റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റത് ആര്? പൂനം ഗുപ്ത. പൂനം ഗുപ്തയാണ് RBIയുടെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ. 4ാമത് വനിതയാണ് പൂനം ഗുപ്ത. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 26ാമത് ഗവർണറാണ് ഇദ്ദേഹം. 25ാമത് ഗവർണർ ശക്തികാന്ത ദാസ് ആയിരുന്നു. അപ്പോൾ നിലവിലെ RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത, ഗവർണർ സഞ്ജയ് മൽഹോത്ര. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ചത് കോഴിക്കോട്. ലോക ആരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ചത് കോഴിക്കോടാണ്. നഗരത്തിലെ ദരിദ്രർക്ക് വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒഡീഷ സർക്കാർ ആരംഭിച്ച സംരംഭമാണ് സഹജോഗ്. സഹജോഗ് എന്താണ്? നഗരത്തിലെ ദരിദ്രർക്ക് വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒഡീഷ സർക്കാർ ആരംഭിച്ച സംരംഭമാണ് സഹജോഗ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷനാണ് നെടുമ്പാശ്ശേരി. നെടുമ്പാശ്ശേരിയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ. അടുത്തിടെ ബക്ര അണക്കെട്ടിൽ നിന്നും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് തർക്കത്തിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങളാണ് പഞ്ചാബ്, ഹരിയാന. ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുതി കപ്പലാണ് ഹൾ 096. ഹൾ 096 ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുതി കപ്പൽ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ 2024-2025 പുരുഷ പ്ലെയർ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തത് സുഭാഷിഷ് ബോസിനെയാണ്. സുഭാഷിഷ് ബോസ് ആരാണ്? ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ 2024-2025 പുരുഷ പ്ലെയർ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരെയാണ്? സുഭാഷിഷ് ബോസിനെയാണ്. വനിതാ താരം സൗമ്യ ഗുകുലോത്ത്. പുരുഷ പ്ലെയർ ഓഫ് ദി ഇയർ ആരാണ്? സുഭാഷിഷ് ബോസ്. സാക്ഷരതാ പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ KV റാബിയ അന്തരിച്ചു. കറിവേപ്പിൽ റാബിയ എന്നാണ് പൂർണ്ണരൂപം. KV റാബിയയുടെ പൂർണ്ണരൂപമാണ് കറിവേപ്പിൽ റാബിയ. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. റാബിയയുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. സാക്ഷരതാ പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ KV റാബിയ അന്തരിച്ചു. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് ദേവപ്രയാഗ് ജനാസു തുരങ്കം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ്? ദേവപ്രയാഗ് ജനാസു തുരങ്കം. 2025 മെയ്യിൽ ഇന്ത്യ സന്ദർശിച്ച അംഗോളൻ പ്രസിഡന്റാണ് ജോവോ മാനുവൽ ഗോൺ കാൽവ്സ് ലോറൻകോ. 2025 മെയ്യിൽ ഇന്ത്യ സന്ദർശിച്ച അംഗോളൻ പ്രസിഡന്റാണ് ജോവോ മാനുവൽ ഗോൺ കാൽവ്സ് ലോറൻകോ. സംസ്ഥാന കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ലഹരി വിമുക്ത ക്യാമ്പയിനാണ് കിക്ക് ഡ്രഗ്സ്. കിക്ക് ഡ്രഗ്സ് എന്താണ്? സംസ്ഥാന കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ലഹരി വിമുക്ത ക്യാമ്പയിനാണ് കിക്ക് ഡ്രഗ്സ്. കാസർഗോഡ് നിന്നാണ് ക്യാമ്പയിൻ്റെ തുടക്കം. ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റാ സെൻറ്റർ പാർക്ക് വരുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റാ സെൻറ്റർ പാർക്ക് വരുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിൽ, റായ്പൂരിലാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് വിഷ്ണു ദേവ് സായ്. ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റാ സെൻറ്റർ പാർക്ക് വരുന്നത് ഛത്തീസ്ഗഡിലാണ്. 2025 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151ആണ്. 180ൽ ഇന്ത്യക്ക് 151ാം സ്ഥാനമാണ് 2025 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ. ഒന്നാമത് നോർവേ. 1ാം സ്ഥാനം നോർവേക്കാണ്. 2024 ഇന്ത്യക്ക് 159ാം സ്ഥാനമായിരുന്നു. 2025 ആയതോടെ 151ാം സ്ഥാനമായി. 1ാം സ്ഥാനം നോർവേക്കുമാണ്. നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറാണ് പൂനം ഗുപ്ത. 4ാമത്തെ വനിതയാണ്. RBIയുടെ 26ാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ചത് കോഴിക്കോടാണ്. നഗരത്തിലെ ദരിദ്രർക്ക് വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒഡീഷ സർക്കാർ ആരംഭിച്ച സംരംഭമാണ് സഹജോഗ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷൻ നെടുമ്പാശ്ശേരിയിലാണ്. അടുത്തിടെ ബക്ര അണക്കെട്ടിൽ നിന്നും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് തർക്കത്തിലേർപ്പെട്ട സംസ്ഥാനങ്ങളാണ് പഞ്ചാബ്, ഹരിയാന.
ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുതി കപ്പലാണ് ഹൾ 096. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ 2024-25 പുരുഷ പ്ലെയർ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് സുഭാഷിഷ് ബോസ്. വനിതാ താരം സൗമ്യ ഗുഗുലോത്ത്. സാക്ഷരതാ പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ KV റാബിയ അന്തരിച്ചു. 2022 പത്മശ്രീ നൽകിയിട്ടുണ്ട്. ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് ദേവപ്രയാഗ് ജനാസു തുരങ്കം. 2025 മെയ്യിൽ ഇന്ത്യ സന്ദർശിച്ച ആംഗോളൻ പ്രസിഡന്റാണ് ജോവോ മാനുവൽ ഗോൺകാൽവ്സ്. സംസ്ഥാന കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ലഹരി വിമുക്ത ക്യാമ്പയിനാണ് കിക്ക് ഡ്രഗ്സ് കാസർഗോഡ് നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഇന്ത്യയിലെ ആദ്യത്തെ AI ഡാറ്റാ സെൻറ്റർ പാർക്ക് വരുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായ്. 2025 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 151 സ്ഥാനമാണ്. നോർവേക്കാണ് 1ാം സ്ഥാനം. 2024 ഇന്ത്യക്ക് 159 സ്ഥാനമായിരുന്നു.